ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മൂർത്തി മുത്തശ്ശന്റെ അടുത്തിരുന്ന് മുത്തശ്ശി കരയാണ്. എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന് എന്തോ ഒരു കുലുക്കും ഇല്ലാത്തെന്ന് ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞു, നീ പേടിക്കണ്ട വസ്തരെ, നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് സങ്കടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പം നയനമോൾക്ക് ഇനി ജാമ്യം കിട്ടാതിരിക്കുവോ? നയനമോളെ റിമാൻഡ് ചെയ്യുവോ എന്തെങ്കിലും ചെയ്യുമോന്ന് ചോദിച്ചു. അങ്ങനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെ ഇദ്ദേഹത്തിന് ഉറപ്പ് പറയാൻ പറ്റും? നവീനല്ലേ വാദിക്കാൻ പോയിരിക്കുന്നത്, ഉറപ്പായിട്ടും നവീൻ ജയിക്കൂന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനി ഇങ്ങോട്ടേക്ക് വരുന്നേ. ദേവേനി വന്നിട്ട് മൂർത്തി മുത്തശ്ശനെ കുറ്റപ്പെടുത്തുവാണ്. അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്യായിരുന്നു. നയനമോള് ലോക്കപ്പിലായി കഴിഞ്ഞപ്പോ ഇനി അവളെ റിമാൻഡ് ചെയ്യോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, നീ എന്താ ദേവേനി കോടതിയിലേക്ക് പോയില്ലെന്ന് ചോദിച്ചു. ഞാൻ പോയില്ല. ഒരു പക്ഷെ മോൾക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ, മോളെ കോടതി വെറുതെ വിട്ടില്ലെങ്കിൽ, റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് താങ്ങാൻ കഴിയില്ല. ഞാൻ അവിടെ ചിലപ്പോൾ തളർന്ന് വീണെന്നിരിക്കും. അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാരെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഇനിയിപ്പോ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അല്ല നിന്റെ മോന് ഇതൊക്കെ കണ്ടിട്ട് ഒരു കുലുക്കമില്ലേ? ശത്രുക്കള് പ്രബലരാന്നുള്ള കാര്യം ആദ്യം അവനോട് പറഞ്ഞ കാര്യമാ. എന്നിട്ട് അവൻ എന്താ ഇത്രയും കാലമായിട്ടും അതൊന്നും കണ്ടുപിടിക്കാതിരുന്നേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അതൊക്കെ അവിടെ കിടക്കട്ടെ അച്ഛാ, അത് പിന്നത്തെ കാര്യമല്ലേ. ഇപ്പോഴതല്ല, എന്റെ നായനമോളെ എങ്ങനെ പുറത്തിറക്കാന്നുള്ളതാണ്. അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുമായിരുന്നെങ്കിൽ എന്റെ മോളെ പുറത്തിറക്കാൻ പറ്റുമായിരുന്നു. അച്ഛൻ എന്തെങ്കിലും ചെയ്തോ? ആ സമയത്ത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക, ഇന്നത്തെ ദിവസം ഒന്ന് കഴിയട്ടെ അച്ഛാ. അവളെങ്ങാനും റിമാൻഡിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്താ സംഭവിക്കുന്ന പോലും പറയാൻ പറ്റില്ല. ഞാൻ ഈ വീട്ടിലുണ്ടാവോന്ന് പോലും അറിയത്തില്ല. ഇപ്പൊ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. ആദർശ് ഈ വീട് വിട്ടു പോയെന്ന് ഓർത്തേണ്ട അതും പറഞ്ഞോണ്ട് നയനമോളെ ക്രൂശിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്യായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, കാരണം അവളുടെ 3-ാം മാസ ചടങ്ങിന് പോലും അച്ഛൻ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അതിന്റെ വിഷമമൊക്കെ മോൾക്കുണ്ടായിരുന്നു. എന്നിട്ടാണ് അച്ഛൻ ഇപ്പൊ അവൾക്കൊരു ആപത്തുണ്ടായെന്ന് അറിഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരുന്നത്. ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ദേവേനെ കുറ്റപ്പെടുത്തിയിട്ട് പോകുമ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, എന്താ ഇദ്ദേഹം ഒന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു. ഞാൻ എന്ത് പറയാനാ? നീ ധൈര്യമായിട്ടിരിക്കും വസന്തരെ, ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഇന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞോട്ടെ, ജാമ്യം കിട്ടിയില്ലെങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം എന്നൊക്കെ മൂർത്തി മുത്തശ്ശൻ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് ജയൻ പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനെ ഇങ്ങോട്ട് വന്നു. ദേവേന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജയൻ പറഞ്ഞു, ദേ പത്രത്തിനകത്തൊക്കെ വാർത്തയുണ്ടെന്ന് പറഞ്ഞു. നയനമോളെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ദേവേന് പത്രം നോക്കി. സ്വർണ്ണ വ്യാപാരി അനന്തമൂർത്തിയുടെ കൊച്ചുമാവന്റെ ഭാര്യ കള്ളക്കടത്ത് സ്വർണ്ണമായിട്ട് പിടിയിലെന്നും പറഞ്ഞുകൊണ്ട് പത്രത്തിൽ തലക്കെട്ടോടുകൂടി വാർത്ത വന്നിരിക്കുന്നു. അത് ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേ ദേവേനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. ആ സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്നേ. മുത്തശ്ശനെ കണ്ടു കഴിഞ്ഞപ്പോ ദേവേനി ആ പത്രവും പൊക്കി പിടിച്ചു മുത്തശ്ശന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നോക്കച്ച, പത്രത്തിനകത്ത് വെണ്ടയ്ക്ക മുഴുപ്പ് വന്നിരിക്കുന്നു, നയനമോൾ അറസ്റ്റിലാണെന്നും പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ കണ്ടിട്ടും അച്ഛനൊന്നും തോന്നില്ലെന്ന് ചോദിച്ചു. അച്ഛൻ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. വേണ്ട, അതൊക്കെ പത്രക്കാരുടെ സൃഷ്ടിയല്ല, പറഞ്ഞു കൊടുത്ത ആളുടെ സൃഷ്ടിയാണ്. ശത്രുക്കളാണ് ഇതിന്റെയൊക്കെ പിന്നില്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലേ ദേവേനിന്ന് ചോദിച്ചു. ജയൻ പറഞ്ഞു, അച്ഛാ, ശത്രുക്കള് പ്രബലരാന്ന് പറഞ്ഞു. അത് നിന്റെ മോനും ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ലാന്ന് തോന്നേ. അല്ലെങ്കിൽ തന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത് ഈ ലോക്കപ്പിലാക്കില്ലേ, അപ്പൊ അവരെയൊക്കെ വെറുതെ വിടുവോ? ഒരു കാരണവശാലും ഇല്ല. ശത്രുക്കൾ ആരാന്ന് കണ്ടെത്തേണ്ടതല്ലേ. ദേവേനി പറഞ്ഞു, ഈ പറയുന്ന ഡേവിഡ് ഉണ്ടല്ലോ, ഏണിച്ചുള്ളിയുടെ MD, അയാൾ MD ഒന്നും അല്ല. ശരിക്കും അയാളല്ല, അയാൾക്ക് മുകളിൽ ആരോ ഉണ്ടെന്നാണ് ആദർശ് പറയണത്. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അതിപ്പോഴാണോ മനസ്സിലാവുന്നേ? അതൊക്കെ നേരത്തെ മനസ്സിലാക്കിയ കാര്യമല്ലേ. അത് ആരാന്ന് കണ്ടുപിടിക്കണം, അല്ലാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഇത്രയൊക്കെ ആയിട്ടും അവനെ ഒന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതാ പറഞ്ഞത്, അവന് MD സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലെന്ന്. ശത്രുക്കൾ ആരാണെങ്കിലും അവരെ കണ്ടുപിടിച്ച് മുമ്പിൽ കൊണ്ടുവരണം, അതാ ശരിക്കും ചെയ്യേണ്ടത്. ജയൻ പറഞ്ഞു, അച്ഛ, അവനത് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് കള്ളക്കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ ശത്രുക്കള്. നേർക്ക് നേരെ ഒന്ന് പോരാടുമല്ലോ. അവരിതുപോലെ ഓരോന്ന് ചെയ്ത് കൂട്ടി വെക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നയനമോളെ അറസ്റ്റ് ചെയ്യിക്കുകയല്ലേ ചെയ്തേ. അപ്പൊ അതുപോലെയൊക്കെ കളിക്കുന്ന സമയത്ത് ആദർശം നേരെ വാ നേരെ പോകുന്നുള്ള ഒരു സ്വഭാവക്കാരനാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവന് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തെ. സാരമില്ല, ആദർശം വെറുതെ ഒന്നും ഇരിക്കില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ദേവേനി പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നയനമോള് പുറത്തിറങ്ങിയേ മതിയാവുള്ളൂ. ജയൻ പറഞ്ഞു, അച്ഛാ, നയനെ റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിൽ ആർക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. വിഷമിക്കണ്ട, നവീനല്ലേ വാദിക്കാൻ പോകുന്നത്, എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കുക. നിന്റെ മകനിൽ എനിക്ക് വിശ്വാസം ഇല്ലെങ്കിലും നവീനിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. അവന്
നയനമോളെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസം. അതും പറഞ്ഞിട്ട് മുത്തച്ഛൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് ദേവേനി പറഞ്ഞു, കണ്ടില്ലേ, അച്ഛൻ ഇപ്പോഴും പഴയതുപോലെ തന്നെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും അച്ഛന് വല്ല കുലുക്കം ഉണ്ടോ എന്ന് നോക്ക് എന്ന് പറഞ്ഞ് ദേവേനി കുറ്റപ്പെടുത്തുവാണ് മുത്തച്ഛനെ. ഇതേ സമയം ഡേവിഡ് വക്കീലിനെ കാണാൻ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കേസ് അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതല്ല, അറിയാലോ. അനന്തമൂർത്തിയുടെ കൊച്ചുമാന്റെ ഭാര്യയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ രീതി വേണം കേസ് കൈകാര്യം ചെയ്യാനായിട്ട്. പിന്നെ ഈ പറയുന്ന നയനയ്ക്ക് വേണ്ടിയിട്ട് കോടതി ഹാജരാകാൻ പോകുന്ന ആ നരസിംഹന്റെ കൊച്ചുമോനാന്ന് തോന്നിയെന്ന് പറഞ്ഞു. വക്കീല് പറഞ്ഞു, അതെ, അവനാളും മിടുക്കനാന്ന് അറിയാൻ കഴിഞ്ഞത്. എത്ര മിടുക്കനാണെങ്കിലും എന്റെ മുന്നിൽ വാദിച്ച് ജയിക്കാനൊന്നും അവന് സാധിക്കില്ല. കാരണം തെളിവോട് കൂടിയിട്ടല്ലേ ആ പെണ്ണിനെ പിടികൂടിയിരിക്കുന്നേ. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, അതെ, അതുകൊണ്ട് അവളെ കോടതി റിമാൻഡ് ചെയ്യണം. കുറച്ചു ദിവസം അവള് ജയിലിൽ കിടക്കട്ടെ. അല്ല, അവള് പ്രഗ്നന്റ് ആണെന്നങ്ങണ്ടല്ലേ പറഞ്ഞെന്ന് വക്കീൽ വെച്ചു. അതെ, അവള് പ്രഗ്നന്റ് ആണ്. അതുകൊണ്ട് അനന്തപുരിക്കാർക്ക് അതൊരു വലിയ തിരിച്ചടിയായിരിക്കും അവള് ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ. അനന്തപുരിക്കാരുടെ നാശം ഉറപ്പിച്ചാ ഞാൻ ഇവിടേക്ക് വന്നത്. അവരുടെ നാശം കാണണം. അവരുടെ വീടും അതുപോലെ തന്നെ കമ്പനിയും കുളം തോണ്ടും ഞാൻ തകർത്ത് തരിപ്പണമാക്കും. അപ്പോഴേക്കും വക്കീൽ ചോദിച്ചു, അല്ല ഡേവിഡ് സാറിന് എന്താ ഇതിലിത്ര താല്പര്യം? നിങ്ങൾ തമ്മിൽ മുമ്പ് തൊട്ട് ശത്രുതയിലാണോ? എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, അതെ, വക്കീലിന് പറയുന്ന പണം തന്നിട്ടില്ലേ, ഇതുവരെ അതിന് മുടക്കം വന്നിട്ടില്ലോ. ഞങ്ങളുടെ കമ്പനിയുടെ എല്ലാ കേസുകളും കാര്യങ്ങളൊക്കെ വക്കീലല്ലേ നോക്കുന്നേ. അപ്പൊ അത്രയും മതി. അത് കൂടുതൽ കാര്യങ്ങളൊന്നും ചകഞ്ഞുകൊണ്ട് വരേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ നാഗേന്ദ്രനാന്നുള്ള കാര്യങ്ങൾ അറിയൂലോ. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയണേ. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി, മനസ്സിലായല്ലോ. കൂടുതലായിട്ട് ഇങ്ങനെ ചോദ്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പറയുന്ന പൈസ തരൂ. വക്കീല് പറഞ്ഞു, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, പിന്നെ നമ്മൾ തമ്മിലുള്ള ഈ സംസാരങ്ങളൊന്നും മൂന്നാമതൊരാൾ ഒരു കാരണവശാലും അറിയാൻ പാടില്ല. ഇല്ല സാറേ, അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഡേവിഡ് പോകുന്നത്. പിന്നീട് നയനെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ജീപ്പൻ ഇറങ്ങി കഴിച്ചപ്പോഴത്തേനും നന്ദു പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട കേട്ടോ നയനേച്ചി, എനിക്ക് പേടിയൊന്നുമില്ല നന്ദു, അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ എന്ന് പറഞ്ഞു. തൊട്ട് പിന്നാലെ തന്നെ ആദർശിന്റെ കാർ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദർശ് ഇറങ്ങി നയനയുടെ അടുത്തേക്ക് ഓടി വന്നു. നയനെ, നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് CI തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഇതേ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സ്ഥലമൊന്നുമല്ല, കോടതിയാന്ന് പറഞ്ഞു. നവീൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നവീൻ പറഞ്ഞു, സാറേ, പോലീസ് സ്റ്റേഷൻ പരിധിയൊക്കെ കഴിഞ്ഞു. ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, കോടതിയാന്നുള്ള കാര്യം അറിയാലോ. സാറിന്റെ ഷോയൊക്കെ അവിടെ മതി, ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ CI പറഞ്ഞു, അതെ, കോടതി കൂടാനുള്ള സമയേ, അതുകൊണ്ടാ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. ബന്ധുക്കാരോടൊന്നും തിരിഞ്ഞു നിന്ന് സംസാരിക്കേണ്ട കാര്യമില്ല, അതാ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. ആദർശമാണ്, സാറേ, എന്റെ ഭാര്യ ഒരു തെറ്റും ചെയ്യാതെയാണ് സാറ് പിടിച്ചോണ്ട് പോകുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഭാര്യയെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സാർ അതിന് കണക്ക് പറയേണ്ട വരുമെന്ന് പറഞ്ഞു. എടോ, തൊണ്ടി മുതൽ സായത് തന്റെ ഭാര്യയെ പിടികൂടിയിരിക്കുന്നേ, അതുകൊണ്ട് താൻ കൂടുതലൊന്നും പറയണ്ട, കോടതി ഞാൻ തെളിയിച്ചോളാന്ന് പറഞ്ഞു. അത് കേട്ടിപ്പോ ആദർശന് നല്ല ദേഷ്യമായി. ഈ സമയത്ത് സിയയോട് നവീൻ പറഞ്ഞു, അതൊക്കെ കോടതി തെളിയിക്കട്ടെ സാറേ, സാറിനി ആ കാര്യത്തില് കൂടുതൽ ചൂട് പിടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നയനെയും കൂട്ടിക്കൊണ്ട് അവരും കൂടെ പോകുമ്പോഴത്തേനും ആദർശ് നവീനോട് ചോദിച്ചു, നവീനെ, എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞു. പേടിക്കൊന്നും വേണ്ട ആദർശേട്ടാ, ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ പറയണത്, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവര് കോടതി വെളുപ്പിനകത്തേക്ക് അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഡേവിഡിന്റെ വക്കീൽ ശർമ്മ അങ്ങോട്ട് വന്നു. ശർമ്മ വന്നിട്ട് പറഞ്ഞു, ആഹാ, നരസിംഹ വക്കീലിന്റെ കൊച്ചുമോനാണല്ലോ, അപ്പൊ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുമായിരുന്നു അല്ലേ? ഇനിയിപ്പൊ ഇവിടെ തോൽക്കാനായിട്ട് പോകുക, അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് ഇനിയിപ്പൊ നവീൻ പറഞ്ഞു, തോൽക്കുക ജയിക്കുക എന്നൊക്കെ നമുക്ക് കോടതി കാണാന്ന് പറഞ്ഞു. എന്താണല്ലോ ഈ തവണ തോൽക്കും, അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇത്രയും നാളും ജയിച്ചു നിന്നല്ലേ, പക്ഷെ ഈ തവണ ഈ ശർമ്മയുടെ മുന്നിൽ തല ഉനിക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ ഈ തോൽവിയും ജയമൊന്നും എന്നെ അങ്ങനെ ബാധിക്കാറില്ല. ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമിതമായിട്ട് അതിനകത്ത് ആവേശം കാണിക്കാറൊന്നുമില്ല, എനിക്കതുകൊണ്ട് ആ ഒരു പേടിയൊന്നും ഇല്ലെന്ന് നവീൻ പറഞ്ഞു. ശർമ്മ പറഞ്ഞു, അനന്തപുരിയുടെ കൊച്ചുമോന്റെ ഭാര്യയല്ലേ, അപ്പൊ പിന്നെ ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ. ഇനിയിപ്പൊ ഈ കേസ് തോറ്റാലും നവീന് കിട്ടാനുള്ള പണമൊക്കെ കിട്ടും, അതുകൊണ്ട് പിന്നെ നവീന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്കി ഒരു വർത്താനൊക്കെ പറയണം. നവീൻ പറഞ്ഞു, വക്കീൽ ചെന്നാട്ടെ, നമുക്ക് കോടതി കാണാം എന്ന് പറഞ്ഞു. ഒടുവില് വക്കീൽ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ചോദിച്ചു, ഇത് പണിയാകുമെന്ന് ചോദിച്ചു ഇയാള്. എന്തിനാ ആദർശേട്ടാ പേടിക്കണേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തോളാം. പിന്നെ നയനെ പ്രഗ്നന്റ് ആയതുകൊണ്ട് ആ രീതിയിൽ ഒരു പരിഗണന ചിലപ്പോൾ കോടതി തരുമായിരിക്കും, ഞാൻ നോക്കട്ടെ, നമുക്ക് ധൈര്യമായിട്ടിരിക്കാം, പേടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആദർശനം കൂട്ടി കോടതിക്കകത്തേക്ക് കയറി പോവാണ്. ഇതേ സമയത്ത് മൂർത്തി മുത്തശ്ശൻ ഫോണിനകത്ത് ഒരു വാർത്ത കാണുവാണ്. AN ജ്വല്ലറി വന്നതിന് ശേഷമാണ് മൂർത്തി ജ്വല്ലറി തകർന്നു പോയത്. അപ്പൊ AN ജ്വല്ലറിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പണിക്കൂലി കുറച്ചിട്ട് അവര്
കള്ളക്കടത്ത സ്വർണം കടത്തുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വാർത്തകളൊക്കെയാണ് ഫോണിനകത്ത് കാണുന്നേ. അപ്പോഴേക്കും മുത്തശ്ശി കരഞ്ഞോണ്ട് അങ്ങോട്ട് വന്നു. മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, താൻ വിഷമിക്കുണ്ടോ എന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഫോണിനകത്തേക്ക് ഓരോ വാർത്തകളൊക്കെ വരുന്നുണ്ട്, നമ്മളൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. ശത്രുക്കൾ പ്രബലരാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സാരമില്ല, ഇത് അവർക്ക് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, എനിക്ക് നയനമോളുടെ കാര്യം ഓർത്തിട്ടാ ടെൻഷൻ. അവളെ കോടതി വെറുതെ വിടുവോ അതോ ഇനിയിപ്പോൾ റിമാൻഡ് ചെയ്യുമോ എന്നുള്ള പേടിയുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഓരോ നിമിഷവും ഞാൻ വെന്തുരുവാന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ വെറുതെ ഇരിക്കും തനിക്ക് തോന്നുന്നുണ്ടോ? എങ്ങാനും കോടതി അവളെ റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വേഷം കെട്ടലൊക്കെ ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ച് കളത്തിലേക്ക് ഇറങ്ങും. പിന്നെ ഞാൻ ഒന്നിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ മൂർത്തിയുടെ മറ്റൊരു മുഖമായിരിക്കും എല്ലാരും കാണാനായിട്ട് പോകുന്നേ. ശത്രുക്കൾ പ്രബലരാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതാ. അതുകൊണ്ടല്ലേ അധികം വൈകാതെ തന്നെ ശത്രുക്കൾ നമ്മുടെ മുന്നിൽ വരുവിടൂ എന്ന് പറഞ്ഞു. അതിന് അധികം കാലതാമസം ഉണ്ടാകത്തില്ല. നമ്മുടെ കൊച്ചുമോൻ മിടുക്കനാന്നറിയാലോ. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഇപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. നയനമോളെ എങ്ങനെ പുറത്തെത്തിക്കാന്നുള്ളതാണ്. താൻ പേടിക്കണ്ട, നവീനല്ലേ പോയിരിക്കുന്നത്, നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ സമാധാനിപ്പിക്കുകയാണ് മുത്തശ്ശൻ. പിന്നീട് കോടതി കൂടി കേസ് വിളിച്ചു. നയനെ വിസ്തരിക്കാൻ വേണ്ടിയിട്ട് പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി. ഈ സമയത്ത് ശർമ്മ വക്കീല് നയനെ വിസ്തരിക്കാണ്ട് തുടങ്ങി. നിങ്ങൾ ഈ ജ്വല്ലറി ബിസിനസ്സിലേക്ക് വന്നിട്ട് എത്ര നാളായെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറഞ്ഞു, കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്താ ഊഹിച്ചെടുക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, 2 വർഷമായെന്ന് പറഞ്ഞു. 2 വർഷമായി. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തായിരുന്നു ജോലിന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഒരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു പറഞ്ഞു. അച്ഛനൊരു ആർട്ട് ഗാലറി നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെയായിരുന്നു പറഞ്ഞു. ഓ, അപ്പൊ അത്യാവശ്യം ആർട്ടിസ്റ്റ് ആണല്ലേ എന്ന് ചോദിച്ചു. തരക്കേടില്ലാത്ത രീതി വരയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അല്ല, നിങ്ങളുടെ അച്ഛനും ആ ജോലി തന്നെയായിരുന്നു എന്ന് ചോദിച്ചു. അതെ, അച്ഛനും അത് തന്നെയായിരുന്നു. അച്ഛന് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നേന്ന് പറഞ്ഞു. പിന്നീട് വക്കീൽ ചോദിച്ചു, അല്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലോ, കല്യാണം നടന്ന ശരിക്കുള്ള കല്യാണമായിരുന്നോ, നിങ്ങൾ ആലോചിച്ചുറപ്പിച്ച ബന്ധമായിരുന്നോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ളത്. അത് കേട്ടപ്പോൾ നയന ഒരു നിമിഷം ഒന്ന് പതറി. എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അപ്പോഴേക്കും നയന പറഞ്ഞു, അല്ല അത് പെട്ടെന്ന് നടന്നൊരു കല്യാണമായിരുന്നു, അപ്രതീക്ഷിതമായിട്ട് നടന്നതെന്ന് പറഞ്ഞു. അപ്രതീക്ഷിതമായിട്ട് നടന്നൊരു കല്യാണം. അതായത് നിങ്ങളുടെ ചേച്ചി മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി, അതായത് അനന്തപുരിയിലെ വേറൊരു കൊച്ചുമോന്റെ കൂടെ ഒളിച്ചോടി കഴിഞ്ഞപ്പം നിങ്ങൾ മുഖം പറിച്ച് അനന്തപുരിയിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് കതിർ മണ്ഡപത്തിൽ കയറിയിരുന്നു. സത്യമല്ലേന്ന് ചോദിച്ചു. ചതിയിലൂടെയാണ് നിങ്ങൾ അങ്ങോട്ട് കയറിയതല്ലേന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നവീം വന്ന് ഒബ്ജക്ഷൻ പറഞ്ഞു. നവീം എന്നിട്ട് പറഞ്ഞു, അതെ കല്യാണം കാര്യങ്ങളൊന്നും ഇവിടെ ചോദിച്ചേണ്ട കാര്യമൊന്നുമില്ല, അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്, അതിവിടെ പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പ്രതിയുടെ കുടുംബ പശ്ചാത്തലം ഇവിടെ വിവരിക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയെ വ്യക്തമാക്കുകയാണ് ശർമ്മ വക്കീല്. നയനയെ വിടാനായിട്ടുള്ള ഭാവം ഉണ്ടായിരുന്നില്ല. പിന്നീട് നയനയോട് ചോദിച്ചു, അല്ല വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങളും നിങ്ങളുടെ ഭർത്താവുമായിട്ട് അത്ര ചേർച്ചയിലായിരുന്ന ഇല്ലല്ലേ? എന്താ നിങ്ങളുടെ ഭർത്താവുമായിട്ട് നിങ്ങൾക്ക് വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, ഒരു കുടുംബജീവൻ നിങ്ങൾ നയിക്കുന്നുണ്ടായിരുന്നില്ല, ശരിയല്ലേ? അതിനെന്താ കാരണം എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന അവിടെ ഇരുന്ന് ആദർശിനെ നോക്കുകയാണ്. ഓ, ഇപ്പൊ ഇനി ഇതിന് ഉത്തരം പറയുകയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ നോക്കി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരുമല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, അതിനുള്ള മറുപടി സാറ് പറഞ്ഞു കാണുമല്ലോ, സാർ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയിപ്പൊ കാരണം എന്താന്ന് സാറിന് മനസ്സിലായി കാണില്ലോ. കുടുംബാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും. ഞങ്ങളുടെ കല്യാണം നടന്ന അത്ര നല്ല രീതിയിലായിരുന്നില്ല, അപ്പൊ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവീൻ വീണ്ടും എഴുന്നേറ്റു. നവീൻ പറഞ്ഞു, കല്യാണം നടന്ന് എങ്ങനെയാലും ആയിക്കോട്ടെ, പക്ഷെ ഇപ്പൊ അവര് മാതൃകാ ദമ്പതികളായിട്ടാണ് ജീവിക്കുന്നത്, നല്ല ഭാര്യയും ഭർത്താവുമാന്ന് പറഞ്ഞു. പക്ഷെ ശർമ്മ വക്കീൽ അത് അംഗീകരിച്ചില്ല. ശർമ്മ വക്കീൽ പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഇവരോട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ജഡ്ജി എന്നെ പെർമിഷൻ കൊടുക്കുകയാണ്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ അംഗീകരിക്കുന്നത് വളരെ വൈകിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മായിമ്മ നിങ്ങളെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങളെ മരുമകളായിട്ട് ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ അംഗീകരിച്ച എപ്പോഴാ? അവർക്ക് കരള് ദാനം കൊടുത്തതിന് ശേഷമല്ലേ? അവർ അത്യാസന്ന നിലയിൽ കിടങ്ങുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് കരള് ദാനമായിട്ട് കൊടുത്തു. അപ്പൊ അതിനുശേഷമാണ് അവര് നിങ്ങളെ അംഗീകരിക്കുന്നത്. അപ്പൊ അതിന്റെ രേഖകളും കാര്യങ്ങളും അവർ ഹോസ്പിറ്റലിൽ കിടന്നേരെ ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ ഹാജരാക്കുവാണ് ആ രേഖകളൊക്കെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളും മനഃപൂർവ്വം അവരെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട് അനന്തപുരിയിൽ ഒരു നില ഉറപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ കരള് ദാനം ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തുവാണ്. അപ്പോഴേക്കും നവീനെ ഇട്ടിട്ട് പറഞ്ഞു, കരള് ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്,
അവയവദാനം മഹാദാനമാണ്. എന്നിട്ട് അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് ഈ വക്കീൽ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു, അവയവദാനം നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ നയന ചെയ്തത് അവിടെ ആ കുടുംബത്തിലുള്ളവരെ വശത്താക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു കൃത്യം ചെയ്തതെന്ന് പറഞ്ഞ് നയനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നയനയ്ക്ക് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വന്നു. പക്ഷെ നയനെ ഒട്ടും പേടി കൂടാതെയാണ് കോടതി നിൽക്കുന്നത്. തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, ഇയാൾ എന്ത് വെള്ളം ചോദിക്കട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരാട്ടോ. അപ്പൊ നമ്മൾ കണ്ടു ഒടുവിൽ CIനെ എടുത്തിട്ട് കുടയുന്നൊക്കെ ഉണ്ട് നവീന്. ഇനിയിപ്പം നയനയുടെ വിസ്താരം തുടങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പം നവീന് ബാക്കിയുള്ളവരെയൊക്കെ വിസ്തരിക്കാണ്ട്. അങ്ങനെ വിസ്തരിച്ച് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നയനെ പുറത്തേക്ക് തന്നെ വരും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.